പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷാണ് ഇനി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുന്നത്. സ്വാഗതം ശ്രീ സതീഷ് എം. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭരണകാലയളവിൽ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പൊതുവെ കഴിഞ്ഞ 4 വർഷത്തിന് ഇടയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് നടപ്പിലാക്കി വന്നിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ, അതുപോലെ തന്നെ മറ്റ് പശ്ചാത്തല മേഖലയിൽ, അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ഇതിലെല്ലാം നല്ല ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഭരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ സമ്മിശ്ര കൃഷി ഏരിയയാണ് പൊതുവെ ഈ പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖല എന്ന നിലയിൽ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് സമ്മിശ്ര കൃഷി വ്യാപകമായിട്ട് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. പ്രത്യേകിച്ച് പച്ചക്കറി കൃഷി, അതുപോലെ തന്നെ നാളികേരം, പിന്നെ വാഴ, നെല്ല്, അങ്ങനെ വിവിധ കൃഷികൾ ഇവിടെ കാർഷിക മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഴ കൃഷി, അതുപോലെ പച്ചക്കറി തൈ വിതരണം, അതുപോലെ തെങ്ങ് കൃഷിക്ക് വളം സബ്സിഡി ആയിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ നെൽകൃഷിക്ക് ഉഴവുകൂലി എന്ന നിലയിൽ എല്ലാ വർഷവും ഹെക്ടറിന് 8000 രൂപ വീതം ഉഴവുകൂലിയായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്ക് ഗ്രോ ബാഗ്, നിലക്കടല കൃഷിക്കുള്ള സബ്സിഡി, അതുപോലെ തന്നെ അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ, സമ്മിശ്ര കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പദ്ധതികൾക്കും, എല്ലാ കാർഷിക വിളകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് അതിന് എങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സഹായിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ആ മേഖലയെ കുറച്ചുകൂടി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പാർപ്പിടമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച് കാത്തിരുന്ന ഒരു ഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 89 പേർക്ക് SC/ST വിഭാഗത്തിൽപ്പെടുന്ന, അതുപോലെ തന്നെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന 2 പേർക്കും പുതിയതായിട്ട് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന 100 പേർക്ക് ഈ വർഷം ഏപ്രിൽ മുതൽ നടപ്പിലാക്കുന്നതിന്, ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ഭവനരഹിതരായ ആളുകളെ പരിഹരിക്കുന്നതിനുള്ള സർവേ നടപടികൾ ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. ഏപ്രിൽ മാസം മുതൽ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങും. ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ ഒരു 100 പേർക്ക് കൂടെ വീട് കൊടുക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പഞ്ചായത്ത് ഞങ്ങൾ ഈ ഭരണസമിതിയെല്ലാം ചുമതലയെടുക്കുന്ന സമയത്ത് അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിട്ടൊരു പഞ്ചായത്തായിരുന്നു. കുടിവെള്ളം ഇവിടെ പറമ്പിക്കുളം ആളിയാർ കരാർ അടിസ്ഥാനത്തിൽ വരുന്ന വെള്ളമാണ് പ്രത്യേകിച്ച് കുടിവെള്ള വിതരണത്തിന് ഈ കൊഴിഞ്ഞാമ്പാറ, ഇരുത്തേമ്പതി, വടകരപ്പതി പോലുള്ള പഞ്ചായത്തുകളെല്ലാം ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ കുടിവെള്ള വിതരണം ഇപ്പൊ പൂർണ്ണ തോതിൽ എത്തിക്കുന്നതിന് ഭരണസമിതിയുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ എല്ലാം സഹായത്തോടു കൂടി സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഭരണസമിതി എല്ലാം തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും ലൈഫ് പദ്ധതിയിലും അടക്കം നിരവധി പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ആരോഗ്യ മേഖലയിൽ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? ആരോഗ്യ മേഖലയിൽ പൊതുവെ ഇപ്പൊ ആരോഗ്യ മേഖലയിൽ പ്രധാനമായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനമാണ്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിന് കീഴിൽ 4 സബ് സെന്ററുകളാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ സബ് സെന്ററുകളും നല്ല നിലയിൽ ഒരു ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഈ സബ് സെന്ററുകളുടെ നവീകരണത്തോടുകൂടി സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ ആഴ്ചയിലും ദിവസങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന, അതുപോലെ തന്നെ രോഗപ്രതിരോധ കുത്തിവയ്പ്പ്, ഗർഭിണികളുടെ ക്ലിനിക്ക്, അങ്ങനെ ആ നിലയിൽ ഈ സബ് സെന്ററുകൾ മാറുന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും അവസാനമായി ക്യാൻസർ സ്ക്രീനിങ് പരിശോധന കൂടി നടത്തുന്നതിന് തയ്യാറായിട്ടുണ്ട്. സബ് സെന്ററുകൾക്ക് പുറമെ നമ്മുടെ ഇപ്പോ കുടുംബാരോഗ്യ കേന്ദ്രവും അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ ഒരു ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന സബ് സെന്ററുകളുടെ പ്രവർത്തനം നന്നായിട്ട് പോകുന്നതിനും പാലിയേറ്റീവ് പ്രവർത്തനം ഫലപ്രദമായിട്ട് നടത്തുന്നതിനുമുള്ള നല്ല ഇടപെടൽ പ്രത്യേകമായിട്ട് നടത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് എന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഏറ്റവും അവകാശപ്പെട്ട ഒരു ഇതാണ്. ഈ ഗതാഗതം എത്രത്തോളം, ഗ്രാമീണ റോഡുകളൊക്കെ എത്രത്തോളമാണ്? 2025 കൂടി പരിപൂർണമായി എല്ലാ ഗ്രാമീണ റോഡുകളും ഒന്നോ ടാറിംഗ് അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡുകളായിട്ട് മാറുന്നതിനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. 18 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലെയും
കുറ്റമറ്റ രൂപത്തിൽ ഒരു റോഡ് പോലും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഈ പഞ്ചായത്തിനകത്ത് കാണരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭരണസമിതി കോൺക്രീറ്റ് അതുപോലെ തന്നെ ടാറിംഗ് പരിപൂർണമായി 2025 പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളുടെയും ഗതാഗതം നല്ല നിലയിൽ പൂർത്തീകരിക്കുന്നതിനാണ് ഭരണസമിതി ഇടപെട്ടിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളൊക്കെ നേരിടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണോ? എങ്ങനെയൊക്കെയാണ് ഇങ്ങനൊരു ആക്രമണം നേരിടുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് എത്രത്തോളമാണ്? വലിയ തോതിലുള്ള വന്യജീവി ആക്രമണമുള്ള ഒരു പഞ്ചായത്തല്ല. എങ്കിലും ചില പ്രദേശങ്ങളിൽ വന്യജീവി എന്ന നിലയിൽ ചെറിയ ഈ കാട്ടുപന്നികൾ അങ്ങനെയുള്ള ശല്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് വലിയ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും അത് നിരീക്ഷണത്തിലാണ്. അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്യജീവിയുടെ വലിയൊരു ആക്രമണം ഉണ്ടാവുന്ന ഒരു പഞ്ചായത്തായിട്ട് തോന്നുന്നില്ല. ചെറിയ നിലയിലുണ്ട്, എങ്കിലും അത് ഇപ്പോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ മാലിന്യ സംസ്കരണ രംഗത്ത് പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? ഹരിതകർമ്മ സേന, MCF അടക്കമുള്ള പദ്ധതികളൊക്കെ എത്രത്തോളമാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണം പരിപൂർണമായി ഇപ്പോ സീറോ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന നിലയിൽ വലിയ ഇടപെടലാണ് ഈ മാലിന്യ സംസ്കരണ രംഗത്ത് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വലിയ രൂപത്തിൽ ഈ CCTV ക്യാമറ എല്ലാ പ്രദേശങ്ങളിലും ബൾക്കായിട്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും CCTV ക്യാമറ സ്ഥാപിക്കുന്നതിന് നല്ല ഫണ്ട് ഉപയോഗിച്ച് CCTV ക്യാമറ സ്ഥാപിക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MCFകളുടെ പ്രവർത്തനം നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വേസ്റ്റ് ബിന്ന് എല്ലാ പൊതുസ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നതിന് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ CCTVയും മറ്റതും ഉള്ളതുപോലെ തന്നെ ഓട്ടോ എടുത്തുകൊണ്ട് എല്ലാവിടെയും പോകുന്നുണ്ട്. പിന്നെ ബൊഗാഷി ബക്കറ്റ് ഈ വേസ്റ്റ് ഓരോ വീടുകളിലും ഇപ്പോ നിക്ഷേപിക്കാൻ കേന്ദ്രങ്ങളില്ലാത്ത വീടുകൾക്ക് ബൊഗാഷി ബക്കറ്റ് കൊടുത്തുകൊണ്ട് അവിടെ തന്നെ ഉറവിട മാലിന്യം ചെയ്യുന്നതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ നിലയിലും ഇപ്പോ മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു മാലിന്യ നിർമ്മാർജ്ജന പഞ്ചായത്തായി നമുക്ക് മാറ്റിയെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സീറോ വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പൊ MCFന്റെ എല്ലാം നല്ല ഫണ്ട് ഉപയോഗിച്ച് 20 ലക്ഷം രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് വലിയ രൂപത്തിലുള്ള ഈ MCFകളുടെ പ്രവർത്തനം നടത്തുന്നതിന് 31 ലക്ഷം രൂപയാണ്. ആദ്യഘട്ടത്തിൽ 20 ലക്ഷവും പിന്നീട് 11 ലക്ഷവും വെച്ചുകൊണ്ട് 31 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു MCF നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ആ കേന്ദ്രത്തിൽ തന്നെ നമുക്ക് ജൈവവള നിർമ്മാണ യൂണിറ്റ് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ പ്രത്യേക പരിശീലനം നേടി ജൈവവളമാക്കി മാറ്റുന്ന ഈ ഫുഡ് വേസ്റ്റുകളെല്ലാം ജൈവവളമാക്കി മാറ്റി ഇവിടുത്തെ കൃഷിക്കാർക്ക് കൊടുക്കുന്ന വലിയ യൂണിറ്റ് പഞ്ചായത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനോട് കൂടി ചേർന്നിട്ടാണ് ഈ 31 ലക്ഷം രൂപ ചെലവിൽ ഒരു MCF കൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ ബോട്ടിൽ ബൂത്ത്, വേസ്റ്റ് ബിൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും CCTV ബൾക്ക് ആയിട്ട് നിക്ഷേപിക്കുന്ന സ്ഥലത്തെല്ലാം CCTV അങ്ങനെ പരിപൂർണമായി ഈ രംഗത്ത് നല്ല ഇടപെടൽ ഹരിതകർമ്മസേനയുടെ എല്ലാം സഹായത്തോടു കൂടി പരിപൂർണമായി മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റുന്ന ഒരു പഞ്ചായത്തായി കൊഴിഞ്ഞാമ്പാറ മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഏതൊക്കെ രീതിയിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ? കുടുംബശ്രീ, സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി അടക്കം നടപ്പിലാക്കുന്നത് എത്രത്തോളമാണ്? കുടുംബശ്രീയുടെ വലിയ പദ്ധതികളാണ് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പൊ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മിൽക്കോ എന്ന് പറയുന്ന മിൽക്കോയുടെ നേതൃത്വത്തിൽ നിരവധി വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള നല്ല പദ്ധതി. മിൽക്കോ എന്നൊരു ബ്രാൻഡ് തന്നെ കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് ഉൽപ്പന്നം എന്ന നിലയിൽ മിൽക്കോയുടെ ഒരു ബ്രാൻഡ് പ്രവർത്തനം ആരംഭിക്കുകയും മിൽക്കോയുടെ നേതൃത്വത്തിൽ വിവിധ സംരംഭങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിങ്ക് കഫേ ഇപ്പോ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് പഞ്ചായത്തിനകത്തേക്ക് വരുന്ന ആളുകൾക്ക് ഈ കുടുംബശ്രീയുടെ തന്നെ സഹായത്തോടു കൂടി ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വനിതാ ജിംനേഷ്യം ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാം സഹായത്തോടു കൂടി പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് വനിതകൾക്കുള്ള വനിതാ ജിംനേഷ്യം കുടുംബശ്രീ തന്നെ ഏറ്റെടുത്ത് നടത്തുന്ന രൂപത്തിൽ അതിന്റെ പ്രവർത്തനം മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട്. മിൽക്കോയുടെ വിവിധ യൂണിറ്റുകളാണ് ഇപ്പൊ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന്റെ എല്ലാം പ്രവർത്തനം ഘട്ടം ഘട്ടമായിട്ട് നടന്നു വരുന്നുണ്ട്. അങ്ങനെ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ കുടുംബശ്രീ അംഗങ്ങൾക്കും
വിവിധ വാർഡുകളിലുള്ള എല്ലാ യൂണിറ്റിലെയും താല്പര്യമുള്ള കുടുംബശ്രീ അംഗങ്ങളെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല നിലയിൽ ഈ സ്ത്രീ ശാക്തീകരണ രംഗത്ത് വലിയ മാറ്റം കൈവരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഈ കാര്യത്തിൽ കുടുംബശ്രീയുടെ എല്ലാം സഹായത്തോടു കൂടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കുട്ടികളിലും യുവാക്കളിലുമാണ് കൂടുതലായിട്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും അതിനിടെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ എത്രത്തോളമാണ് പഞ്ചായത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ അടക്കം നടപ്പിലാക്കിയിട്ടുണ്ടോ? നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോ വിമുക്തിയുടെ നേതൃത്വത്തിൽ എക്സൈസിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും എല്ലാം സഹായത്തോടു കൂടി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന നിലയിൽ നല്ല ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മാസവും അതിന്റെ റിവ്യൂ എക്സൈസ് വകുപ്പിന്റെ സഹായത്തോടു കൂടി വിമുക്തിയുടെ ഭാഗമായി പഞ്ചായത്തിനകത്തും പഞ്ചായത്ത് ഹാളിൽ കുടുംബശ്രീ അംഗങ്ങളെ അതുപോലെ തന്നെ വിവിധ നിലയിൽ ഈ അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള ടീച്ചർമാര്, സ്കൂൾ പ്രതിനിധികൾ, അധ്യാപകർ, സ്കൂൾ കുട്ടികൾ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിമുക്തിയുടെ നല്ല ക്ലാസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക ക്യാമ്പയിൻ തന്നെ ഏറ്റെടുക്കുന്നതിന് കഴിഞ്ഞ ഘട്ടത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളുടെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള നല്ല പ്രകടനങ്ങളും യോഗങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നതിനും പ്രത്യേക ക്ലാസുകൾ ഈ വിഷയത്തിൽ കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനുള്ള നല്ല ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിനും ഈ ലഹരിയുടെ അപകടം നന്നായിട്ട് ഇത് പ്രചരിപ്പിക്കുന്നതിനും ഉള്ള ഇടപെടൽ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? ഇനി ഏതെങ്കിലുമൊക്കെ പദ്ധതികളാണ് ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? വെല്ലുവിളികൾ അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ള വെല്ലുവിളികളൊന്നുമില്ല. നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചിറ്റൂർ മണ്ഡലം എന്ന് പറയുന്നത് മന്ത്രി മണ്ഡലമായതുകൊണ്ട്, വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവരുടെ മണ്ഡലമായതുകൊണ്ട് വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ സ്റ്റേറ്റിന്റെ തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി കാർഷിക മേഖലയിലും അതുപോലെ തന്നെ എല്ലാം നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുടിവെള്ളം അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ വെള്ളം എന്നുള്ളത്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം വരുന്ന വെള്ളം RB കനാലിലൂടെ പോകുന്നതിനുള്ള വലിയ കനാൽ നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു. അത് 300 ചില്ലറ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് RB കനാൽ വേലന്താവളം വരെ നീട്ടുന്നതിനുള്ള വലിയ പദ്ധതി MLA യുടെ ഇടപെടലിന്റെ ഭാഗമായി കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ റോഡുകളും പഞ്ചായത്ത് റോഡ് അല്ലാതെ മറ്റെല്ലാ റോഡുകളും BMBC നിലവാരത്തിലാക്കി മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിനകത്ത് കൊഴിഞ്ഞാമ്പാറ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് കുട്ടികൾ പോകുന്ന നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കിഫ്ബിയുടെ ഭാഗമായി നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി ഉയർത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളാക്കി മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോ പ്രധാനമായി അടുത്ത വർഷത്തേക്ക് ഇപ്പൊ പഞ്ചായത്തിന്റെ തനത് വരുമാനം ഉയർത്തുന്നതിന് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കണമെന്നൊരു ആവശ്യം ഈ ഭരണസമിതിയുടെ തുടക്കം മുതൽ ഉന്നയിച്ചതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് 2 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഫണ്ടായി അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിഫ്ബിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സ്കൂൾ കെട്ടിടം 1 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ പദ്ധതികൾ ഭാവിയിൽ ഏറ്റെടുക്കുന്നതിന് ഇപ്പൊ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ ക്ഷാമവും പ്രശ്നങ്ങളും തീർച്ചയായിട്ടും എല്ലാ ഭാവി പദ്ധതികളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷാണ് വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ. നന്ദി ശ്രീ സതീഷ്.